എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഹോമിയോപ്പതി രംഗത്ത് നിന്ന് പല പേഷ്യൻസിനെ കാണുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള ഒരു ചെറിയ കാര്യമാണ് ഈ വീഡിയോ. നമ്മൾ സ്ത്രീകള് ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു ലക്ഷറി ആയിട്ട് കണക്കാക്കാതെ അതൊരു നെസസിറ്റി ആയിട്ട് കണക്കാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാണ്. ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് കുട്ടികൾ കളിയാക്കുന്നു. എന്നാൽ ഇതേ സ്ത്രീ തന്നെ അവരുടെ മകനിട്ട റീലാണ്. ഇതേ അമ്മ തന്നെ കുറച്ച് മരുന്ന് കെട്ടുകളുമായിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ ആർക്കും ഇന്ന് കുഴപ്പമില്ല. അതുപോലെ ഞാൻ സ്ത്രീകൾ അടങ്ങുന്ന ഒരു സമൂഹം, ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജിമ്മിൽ പോവുക, അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ അടങ്ങുന്ന ഒരു സമൂഹം അവരെ കുറ്റപ്പെടുത്തുന്നതും കുറ്റം പറയുന്നതും ഞാൻ നേരിട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് വിധവകൾക്ക് ജിമ്മിൽ പോവുക, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക, ഇതൊന്നും ഒരു തെറ്റായ കാര്യമായിട്ടാണ് എപ്പോഴും നമ്മൾ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന. ഒരു വീക്കായിട്ടുള്ള, ഒരു അബലകളായിട്ടുള്ള സ്ത്രീകളായിട്ടാണ് കാണുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ മറ്റ് സ്ത്രീകൾക്ക് തന്നെ ഒരു എന്തോ അസൂയ പോലെയാണ് ഉള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ സ്ത്രീകൾ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു ലക്ഷറി ആയിട്ട് കണക്കാക്കാതെ ഒരു നെസസിറ്റി ആയിട്ട് കണക്കാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് കമല സുരയുടെ നെയ്പായസം എന്നുള്ള കഥ, അല്ലെ? ഒരു അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങുന്ന കുടുംബം. പുറത്തുനിന്നോ ലവ് മാരേജ് ആയിട്ട് പുറത്തുനിന്നോ ഒറ്റയ്ക്ക് ജീവിക്കായിരുന്ന കുടുംബം. സാധാരണ ഒരു ലോ മിഡിൽ ക്ലാസ് ഫാമിലി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു നമുക്കറിയാം, കഥയിൽ വളരെ മനോഹരമായിട്ടാണ് കമല സുരയെ വർണ്ണിച്ചിട്ടുള്ളത്. ഒരു ചൂൽക്കെട്ടുകൾക്ക് എടുത്ത് തന്റെ ഭാര്യ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ഭാര്യനെ എടുത്ത്, സുഖമില്ലാതെ കിടക്കുകയാണെന്ന് വിചാരിച്ച് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറയാണ്, 1.5 മണിക്കൂർ മുന്നേ നിങ്ങളുടെ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അതൊരു വലിയൊരു ഷോക്കായിരുന്നു. ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ ഉള്ള ഒരു ശവദഹനം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ബസ്സിൽ നിന്ന് ഭാര്യയെ കുറിച്ച് ഓർക്കുന്ന ഓർമ്മകളാണ് ആ കഥയിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റുക. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, പല പ്രാവശ്യം അവളുടെ ക്ഷീണിച്ച ചിരിയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. കാരണം കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ, അദ്ദേഹത്തിന് അസുഖങ്ങൾ വരുമ്പോഴൊക്കെ എല്ലാവരെയും പരിപാലിച്ച് എല്ലാവരെയും ശുശ്രൂഷിച്ച ആ ഒരു ഓർമ്മകളാണ് അദ്ദേഹത്തിന് മനസ്സിലുടനീളുള്ളത്. രാവിലെ എണീറ്റ് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി, അന്നത്തെ ദിവസം കൂടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സുകളൊക്കെ സെറ്റാക്കി അദ്ദേഹത്തിന് എല്ലാം ശരിയാക്കിയിട്ടാണ് അവള് വിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്റെ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. മാത്രമല്ല ദേഷ്യവും വരുന്നുണ്ട്. ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ, ഒരു കാര്യവും പറയാതെ, പറക്കം പറ്റാത്ത 3 കുട്ടികളെയും തനിക്ക് തന്നിട്ട് അവള് ഒന്നും പറയാതെ പോയല്ലോ എന്നുള്ള ദേഷ്യമൊക്കെ വരുന്നുണ്ട്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം തിരിച്ചു വരുന്നതിന് ഉടനീളം അവൾ എന്താണ് തന്നോട് ലാസ്റ്റ് പറഞ്ഞത്, അവളുടെ അവസാന വാക്കുകൾ എന്താണ് എന്ന് ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന് അവളുടെ അവസാനമായിട്ട് കേട്ടിട്ടുള്ള വാക്കുകൾ ഓർമ്മയുള്ളത്, ഉണ്ണി എനിക്കു ഇന്ന് തിങ്കളാഴ്ചയാണ്, അങ്ങനെ എന്തോ. കുട്ടികളെ രാവിലെ നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ, കുട്ടികളെ രാവിലെ എണീപ്പിച്ച് വിടുന്ന ആ ഒരു വാക്കുകൾ മാത്രമാണ് അദ്ദേഹം മനസ്സിൽ ഓർക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആ വാക്കുകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട്, ഇനി ആ ഒരു വാക്കുകൾ മറക്കരുത്, എന്റെ ഭാര്യയുടെ അവസാന വാക്കുകൾ എന്റെ ചെവിയിൽ നിന്ന് പോകരുത് എന്നൊക്കെ ആലോചിച്ച് അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, തന്റെ മക്കൾക്ക് മരണം എന്നുള്ളത് മനസ്സിലാവാനുള്ള ഒരു പ്രായമായിട്ടൊന്നുമില്ല. ചെറിയ കുട്ടികളാണ്. 5, 3, 7 ഒക്കെ, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, 5, 3, 7 ഒക്കെ വയസ്സുള്ള ചെറിയ കുട്ടികളാണ്. അതിൽ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ മൂത്ത മകൻ ഉറങ്ങിക്കിടക്കുകയാണ്. ബാക്കി 2 മക്കളുണ്ട്. അപ്പോ ഈ 2 മക്കളെയും കൂട്ടിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല. അമ്മ ഇല്ലാത്ത വീട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും ഒരു വളരെ സങ്കടപ്പെട്ട അവസ്ഥയാണ് അവര് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവര് ഇളയ 2 കുട്ടികളെയും കൂട്ടിയിട്ട് അച്ഛൻ അടുക്കളയിൽ പോയി നോക്കുമ്പോ വളരെയധികം സങ്കടപ്പെടുന്ന, അത് കമല സുരയ്യ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതില് ചോറ്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പിന്നെ ചപ്പാത്തി, തൈര്, കൂട്ടാന്, അങ്ങനെ എല്ലാ സാധനങ്ങളും മരിച്ച അന്നേ ദിവസം പോലും ആ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഒരു പാത്രത്തില് ഒരല്പം നെയ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് സന്തോഷവും സങ്കടമൊക്കെ വരുമ്പോ ഉണ്ടാക്കുന്ന ഒരു നെയ്പായസമാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നെയ്പായസമാണ്. അതൊരു പാത്രത്തിൽ ഉണ്ടാക്കി അടച്ചു വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, സങ്കടം ഇങ്ങനെ പൊട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഭാര്യ മരിച്ചു കിടന്നതല്ലേ, അപ്പോൾ ആ ഫുഡുകൾ വേണ്ടെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി നൽകുന്നുണ്ട്. അപ്പോ ചെറിയ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഈ ഉപ്പുമാവ് വേണ്ട, അമ്മ ഉണ്ടാക്കി തന്ന പായസം മതി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അച്ഛൻ അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കാനൊന്നും കഴിയുന്നില്ല സങ്കടം കൊണ്ട്. അപ്പൊ മൂത്ത മകനോട് പറഞ്ഞിട്ട് പായസം വിളമ്പി കൊടുത്തിട്ട് അച്ഛൻ അമ്മ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആകെ ആകെ ടെൻഷൻസ് സങ്കടമൊക്കെ ആയിട്ടിരുന്ന് അച്ഛൻ ഈ പായസം കഴിക്കുന്നത് നോക്കിയിരിക്കണം. അപ്പൊ കുട്ടികൾ പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കി തരുന്ന പായസത്തിന് നല്ല ടേസ്റ്റ് ആണല്ലേ അച്ഛാന്ന്. അപ്പോ ഇത് അച്ഛനും മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ഇത് സഹിക്കാൻ പറ്റാതെ സങ്കടം, ആ ഒരു സിറ്റുവേഷൻ സങ്കടം ഒക്കെ സഹിക്കാൻ പറ്റാതെ അദ്ദേഹം പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് കരയുകയാണ്. ഇങ്ങനെ കമല സുരയ്യ ഈ ഒരു കഥ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു വെക്കുകയാണ്. ആ കുട്ടികളുടെ സിറ്റുവേഷൻസ്, ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ തട്ടിയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു പറ്റം ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം, ചിലപ്പോൾ കുട്ടികളാകാം. ഈ പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയല്ല എന്നാലും ഒരുവിധം ഓൾമോസ്റ്റ് ഒരു 80-90% സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള നെസസിറ്റി ആണ് എന്നുള്ളത് ഞാൻ പറയുന്നത്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും മുടി കൊഴിച്ചിൽ ഉണ്ടാവും. ചിലപ്പോൾ അത് വൈറ്റമിൻ B12-ന്റെയോ ഡിന്റെയോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നമാവും. നമ്മളറിയില്ല, നമ്മൾ മുടി കൊഴിയുന്നുണ്ട്, കുറച്ച് ടെൻഷൻ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ വെയിറ്റ് കൂടുക, വെയിറ്റ് കുറയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളുടെ ആവശ്യം വരും. ഇതൊന്നും നമ്മൾ കണക്കാക്കില്ല. നമ്മൾ ഇപ്പൊ ഈ കഥയിൽ തന്നെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇടയ്ക്ക് നെഞ്ചുവേദന വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പണി കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത പണി കഴിയട്ടെ എന്ന് വെച്ചിങ്ങനെ മാറ്റി മാറ്റി നമ്മുടെ ആരോഗ്യത്തിന് നമ്മളിങ്ങനെ തള്ളി നിർത്തുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവര് വലിയൊരു സങ്കടത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലൊരിക്കലും നമ്മൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതേപോലെ CBC ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഒട്ടുമിക്ക സ്ത്രീകളും വരുന്നത് ഹീമോഗ്ലോബിൻ 7-8 ഒക്കെ ആകാം, പക്ഷെ അവർക്കത് പ്രശ്നമില്ല, അത് ശീലാണ് ഡോക്ടറെ എന്നുള്ള പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ മാസത്തിലൊരിക്കൽ ബേസിക് ആയിട്ട് ഈ ടെസ്റ്റുകളെങ്കിലും ചെയ്യുക. ഷുഗർ ഉണ്ടെങ്കിൽ 3 മാസത്തിലൊരിക്കലുള്ള HbA1c ടെസ്റ്റുകൾ ചെയ്യുക. പാപ്സ്മിയർ ഒരു 30 വയസ്സൊക്കെ 20 വയസ്സൊക്കെ ആകുമ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് ആവശ്യമെങ്കിൽ ചെയ്യുക. അങ്ങനെ അത്യാവശ്യത്തിനുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരികയാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ബ്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, അതേപോലെ ഈ ശോധനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, അപ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് പോകും, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോകും. ഇതൊക്കെ ഒരു അസുഖത്തിന്റെ സൂചനകളായി കണക്കാക്കി നമ്മൾ ഡോക്ടേഴ്സിനെ കാണാനോ ട്രീറ്റ്മെന്റ് എടുക്കാനോ വൈകിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ഈ സ്ത്രീകളാകുമ്പോൾ പീരീഡ്സ്. ചിലര് 1 വർഷം വരെ മെൻസസ് ആയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ മെൻസസ്, വെള്ളം പോക്ക്, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് വരുന്നത് ഒരിക്കലും നോർമലായി കണക്കാക്കാതെ ഈ ഡിസ്ചാർജുകളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് കൂടിയിട്ട് കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അത്ര കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റിയെടുക്കാനും സുഖപ്പെടുത്താനും കഴിയും. രാത്രി ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, ഉറക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം സ്റ്റേബിൾ ആണോ. നമുക്ക് ടെൻഷൻസ്, സങ്കടം, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ അത് പങ്കുവെക്കാൻ ഇന്ന് പല സോഴ്സുകളുണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് എല്ലാവരും നോക്കി വരുമ്പോൾ മെന്റൽ ഹെൽത്ത് ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷനിലൊക്കെ പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പം അത്രയ്ക്കൊന്നും പോവാതെ മെന്റൽ ഹെൽത്ത് ശരിയല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് നമ്മുടെ ശരീരത്തിലെ ഒരു പാർട്ടാണ് എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അരമണിക്കൂർ എക്സസൈസ് ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ ചെയ്യാനും ഇതാക്കാനും നമ്മളെ പറ്റിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈമുകൾ കണ്ടെത്താനും, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാതെ പോയ അല്ലെങ്കിൽ പകുതി നിർത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും ഒന്നും നമ്മൾ ബാക്കിലേക്ക് നിൽക്കണ്ട, നമ്മൾ മുന്നിലേക്ക് വരണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉരുകി ഒലിച്ചു തീരുന്ന ഒരു മെഴുകുതിരിയായിട്ട് കുറച്ചു നേരം മാത്രം വെളിച്ചം പകർത്താനല്ല നമ്മൾ നോക്കേണ്ടത്. മറ്റുള്ളവരുടെ
മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം പരത്തുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൂര്യനാവാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് സ്ട്രോങ് ആവണമെങ്കിൽ നമ്മൾ ഉള്ളില് മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ വീഡിയോസ് ചെയ്യാൻ നമുക്കൊരു ഇൻസ്പയറിംഗ് ആവും. അപ്പോ അത്രേ ഉള്ളൂ. ബൈ.